വീണ്ടും സ്വാഗതം. തെരഞ്ഞെടുപ്പ് കവറേജിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പടുകൂറ്റൻ ഭൂരിപക്ഷവുമായി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ ദിവസം നമ്മൾ കണ്ടത്. പുതിയ സർക്കാരിന് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും. മികച്ച വിജയമാണ് അവർ നേടിയത്. അതേസമയം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കോൺഗ്രസിന് 21 നിന്ന് 22 നമ്പറിലേക്ക് മാത്രമാണ് വളരാൻ കഴിഞ്ഞത്. മറ്റെല്ലാ കൂടെയുള്ള കക്ഷികളുടെയും അവസ്ഥ കുറച്ച് മോശമായി പോയി എന്നതുകൊണ്ട് തന്നെ അവർക്കൊരു മെച്ചപ്പെട്ട നമ്പർ കൊണ്ട് പ്രകടനമൊന്നും നന്നാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് ദയനീയമായ സ്ഥിതി. അതിലും ദയനീയമാണ് 1 നിന്ന് 5 7 ഒക്കെ വളരും എന്ന് വിചാരിച്ചിരുന്ന BJPയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഒരു നമ്പർ പോലും ഉണ്ടാക്കാൻ കഴിയാതെ 1 മുതൽ 0 വരെ എന്ന സിനിമാ പേരിനെ അന്വർത്ഥമാക്കും വിധം 1 നിന്ന് 0 ആ പാർട്ടി കൂപ്പുകുത്തിയത്. ഇനി ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും എന്നായിരുന്നു ആത്മവിശ്വാസം കെ സുരേന്ദ്രന്റെ. പക്ഷേ കെ സുരേന്ദ്രൻ പോലും 2 മത്സരിച്ചിട്ട് 2 A+ കാറ്റഗറി സീറ്റുകളിൽ മത്സരിച്ചിട്ട് 2 ജയം കാണാനായില്ല എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായ ഇന്നത്തെ ഫലം എന്നാണ്. അപ്പോ ഈ പാർട്ടികളിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ പ്രതികരണങ്ങൾ തേടുക എന്നാണ് നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം KV തോമസ് മുതിർന്ന കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ മുതിർന്ന BJP നേതാവ്, ഒപ്പം AM ആരിഫ് MP CPIM-ൽ നിന്ന് എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ ജയസൂര്യൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് നിങ്ങൾക്കുണ്ടായത്. സമ്പൂർണമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. വോട്ട് ഷെയറിന്റെ കണക്ക് വന്നിട്ടില്ല. എത്ര ശതമാനം വോട്ട് കിട്ടി, അതും താഴേക്കാണോ പോയിട്ടുള്ളതെന്ന കാര്യത്തിൽ അതിനി വരണം. പക്ഷെ ഒരിടത്തും വിജയ നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാജയത്തിന്റെ കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു തരംഗമായിരുന്നു. വളരെ വ്യക്തമായി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗത്തിൽ സാധാരണയുള്ള എല്ലാ സമവാക്യങ്ങളും തെറ്റും എന്നുള്ളത് ആണ് അതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, ഈ ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത്, പ്രധാനപ്പെട്ട സീറ്റുകളിൽ പരാജയപ്പെടുത്തുക എന്നുള്ള വ്യക്തമായ അജണ്ട UDF-നും LDF-നും ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് എടുത്തു പറയുകയും ചെയ്തു, നിയമത്തെ പരാജയപ്പെടുത്തും, അക്കൗണ്ട് പൂട്ടിക്കും എന്നുള്ളത് ഞങ്ങളുടെ വലിയ ലക്ഷ്യമായി. UDF-ന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അപ്പൊ LDF-ഉം UDF-ഉം ആ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി യോജിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടു കൂടി വളരെ വ്യക്തമാണ്. ഞങ്ങളിത് നേരത്തെ പറയുന്നതുമാണ്. അതിനു പുറമെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് കണ്ട സീറ്റുകളിലൊക്കെ തന്നെ മുസ്ലിം വോട്ടുകൾ BJPക്കെതിരായി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യവും കൂടി ഒത്തുചേർന്നപ്പോൾ ഈ 3 കാര്യങ്ങൾ BJPയുടെ വിജയ സാധ്യതയെ തകർത്തു എന്ന് പറയുന്നതാണ് ശരി. അതിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും മറ്റു കാര്യങ്ങളും ഒക്കെ കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നു. ശ്രീ ജയസൂര്യൻ, മുസ്ലിം വോട്ടുകളുടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമൊക്കെ നിങ്ങൾ BJPയെ പോലൊരു പാർട്ടി പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതിനെയും കൂടി മറികടന്ന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ വിക്ടറി. അത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തൊരു ഏകീകരണം സ്വാഭാവികമായും BJP മത്സരിക്കും. അപ്പുറത്ത് BJP വിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിറ്റി ഒന്നിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിനെ മറികടക്കാൻ ഒരു ശേഷി ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ. തീർച്ചയായും ആ പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഓർക്കണം. ഇവിടെ LDF-ന് എത്ര ഘടകകക്ഷികളുണ്ട്, UDF-ന് എത്ര ഘടകകക്ഷികളുണ്ട്, അവരെത്ര പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിന്റെ നെടുനായകന്മാരായിട്ട് നിൽക്കുന്നുണ്ട്, മാറി മാറി ഭരിക്കുന്ന 10-20 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അവിടെയാണ് ഒരു ചെറിയ മുന്നണിയായിട്ട് NDA കടന്നു വന്ന് ഇത്രയും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് എന്നുള്ളത് ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞങ്ങളുടെ ലക്ഷ്യവും പ്രതീക്ഷയും പൂവണിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ പ്രസക്തിയും അതിന്റെ വോട്ട് ഷെയറും സാന്നിധ്യവും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം. വോട്ട് ഷെയർ കൂടിയോ എന്നറിയില്ല. എന്റെ കയ്യിൽ കണക്ക് വന്നിട്ടില്ല. വോട്ട് ഷെയർ കൂടിയോ എന്നറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ നിങ്ങൾ വിജയിച്ച ഒരു സീറ്റ് അത് നിലനിർത്തുക, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മുന്നോട്ട് പോവുക, അതിനല്ലേ വളർച്ചയുടെ സൂചന എന്ന് പറയുന്നത്. ഇതിപ്പോ ഉണ്ടായിരുന്ന ഒന്നുകൂടി നഷ്ടപ്പെട്ടിട്ട് BJP പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലായില്ല. അതായത് BJPക്ക് ഇവിടെ ആകെ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സീറ്റിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇവിടുത്തെ 2 മുന്നണിയും ബാക്കി BJP വിരുദ്ധരുടെയും എല്ലാം പൊതുവായിട്ടുള്ള ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തില് അവരെല്ലാം ഒന്നു ചേർന്ന് നിന്നിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് ഇവിടെ BJPയെ പരാജയപ്പെടുത്താൻ സാധിച്ചത്. നിങ്ങൾ അവിടെ മത്സരിച്ചു, അവർ ഓരോരുത്തരും അവരുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ വെച്ച് അവർ 2 പേരും ജയിക്കാൻ നോക്കി. അല്ലാതെ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തതിന്റെ എന്ത് തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ? കെ മുരളീധരൻ വന്ന് കോൺഗ്രസ് ഒരു മികച്ച കാൻഡിഡേറ്റിനെ വെച്ച് പരമാവധി വോട്ട് സമാഹരിച്ചു, ചോർന്നു പോകാതെ നോക്കി. നോക്കൂ, അപ്പുറത്ത് ഈ പറയുന്ന വി ശിവൻകുട്ടിയും അത് ചെയ്തു.
അല്ലാതെ അവർ പരസ്പരം ക്രോസ് വോട്ട് ചെയ്താണ് നിങ്ങൾ തോറ്റുപോയതെങ്കിൽ പറയുന്ന ന്യായം. നിങ്ങൾ മത്സരിച്ചു, കെ മുരളീധരനെ ഇറക്കി, അവർ മത്സരിച്ചു ജയിക്കാൻ, ഓരോരുത്തരും ജയിക്കാൻ. പക്ഷേ നിങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ നല്ല മത്സരം വന്നാൽ ജയിക്കാനുള്ള സ്പേസ് നിങ്ങൾക്കില്ല എന്നാണ് അർത്ഥം. ഒന്നുകിൽ നിങ്ങൾക്ക് കോൺഗ്രസ് ദുർബലപ്പെടണം, ദുർബലനായ സ്ഥാനാർത്ഥി വന്ന് കോൺഗ്രസ് ദുർബലപ്പെട്ട് അങ്ങനെ ചോർന്ന് കിട്ടുന്ന വോട്ട് കൊണ്ടല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നല്ല ഇപ്പൊ വ്യക്തമായത്. അല്ല, ആ വസ്തുത ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, മുഖ്യമന്ത്രിയും UDF പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, BJPയുടെ അക്കൗണ്ട് കൂട്ടിക്കുക എന്നുള്ളത്. അവിടെ കോൺഗ്രസും മുഖ്യമന്ത്രിയും ഒരുപോലെ ഇത് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ ആ രണ്ട് മുന്നണികളുടെയും പൊതുവായ ലക്ഷ്യം അവരൊന്നിച്ച് നിന്നുകൊണ്ട് തന്നെ നേടിയെടുത്തു എന്നുള്ളത്. അത് BJPക്ക് ജയസാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും ആവർത്തിച്ചു എന്നാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അതിന്റെ കണക്കുകളും എണ്ണവും കൃത്യമായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് മാത്രം. ഏതായാലും ഈ ഒരു രംഗത്ത് കേരളത്തിലെ മറ്റ് എല്ലാ മുന്നണികളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും NDAയുടെ മറുവശത്ത് കണ്ടുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലാണ് BJPക്ക് വിജയം വരിക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിരിക്കുകയാണ്. ഈ പോരാട്ടം ഞങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം പൂർണ്ണമായ ശൂന്യതയിൽ നിന്നാണല്ലോ കേരളത്തില് ഈ രണ്ട് മുന്നണികൾക്കും നടുവിൽ ഞങ്ങൾ ഇത്രയും വളർന്നത്. അതുകൊണ്ട് ആവേശം തരുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവശേഷിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നിരാശാജനകമായ മോശം ദിവസമാണോ? പശ്ചിമ ബംഗാളിലും നിങ്ങൾ വിചാരിച്ച വഴിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നത് കാണുന്നു. അപ്പൊ പശ്ചിമ ബംഗാളിലും ഇല്ല, അവിടെ നിന്ന് ആശ്വാസത്തിന് കേരളത്തിലേക്ക് നോക്കാമെന്ന് വെച്ചാൽ അവിടെ ഇല്ല, തമിഴ്നാട്ടിലില്ല. അപ്പൊ സങ്കടകരമായ പ്രതീക്ഷിച്ച മേഖലകളിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത എക്സിറ്റ് പോളുകളൊക്കെ കേരളത്തിൽ നിങ്ങൾക്ക് 1 മുതൽ 7 വരെയൊക്കെ പ്രവചിച്ചിരുന്നു, അതെവിടെയും കാണുന്നില്ല. പശ്ചിമ ബംഗാളിലും തോൽവിയാണ്, അവിടെ സ്റ്റാലിന്റെ മുന്നണിയാണ് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ വരുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം അത്ര ഒരു നല്ല ദിവസമല്ല എന്നല്ലേ? പശ്ചിമ ബംഗാളിലെ തോൽവി എന്ന് പറയാൻ പറ്റില്ല. പശ്ചിമ ബംഗാളിലെ തോൽവി എന്ന് പറയുന്നത് അവിടുത്തെ കോൺഗ്രസിനും അവിടുത്തെ CPM-നുമാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും എണ്ണം എന്താ പറയാത്തത്? പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് BJP അവിടെ വൻപിച്ച മുന്നേറ്റമല്ലേ ഉണ്ടാക്കിയത്. അവിടെ ഇനി കോൺഗ്രസും CPM-ഉം അവശേഷിക്കുന്നില്ലല്ലോ, അത്ര ദുർബലമായി പോയില്ലേ. അപ്പോൾ വലിയ മുന്നേറ്റമാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം BJP ശൂന്യതയിൽ നിന്ന് കടന്നു വരുന്നത് എത്ര മുന്നോട്ടാണോ അത്രയും വലിയ നേട്ടമാണ്. BJPയുടെ ഒരു മുന്നണി തന്നെ അവിടെ നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ കേരളം മാത്രമാണ് ആ ഒരു വഴിയെ സഞ്ചരിക്കാത്തത് എന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ പോരാട്ട വീര്യം ചോർത്തുന്നില്ല, ആത്മവിശ്വാസം തകർക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു മോശം ദിവസമായിട്ട് കാണാനും ഞങ്ങൾ ആഗ്രഹിക്കും. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. നോക്കൂ, ഒരൊറ്റ അതെനിക്ക് ഒരു കാര്യം അത് വരാനുണ്ട്. അതിന് മുൻപ് AM ആരിഫ് LDFന്റെ വിജയം മികച്ച വിജയമാണ്, അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ മെച്ചപ്പെട്ട വിജയം നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ വിജയിക്കുക എന്ന് പ്രഖ്യാപിച്ചു, അതും സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരി. പക്ഷേ ചില വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് കണ്ടു. മേഴ്സിക്കുട്ടിയമ്മയെ പോലെ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ഒരു മന്ത്രി കുണ്ടറയിൽ PC വിഷ്ണുനാഥിനോട് തോറ്റുപോയി എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വിജയത്തിനിടയിലും സങ്കടകരമായ വസ്തുതയാണ്. പാലായിൽ നിങ്ങളുടെ പ്രമുഖ മുന്നണിയുടെ ഘടകകക്ഷിയുടെ നേതാവ് തോറ്റമ്പുന്നത് കണ്ടു. സ്വരാജിനെ പോലെ മികച്ച പാർലമെന്ററി പെർഫോമൻസ് ഉള്ള ഒരാൾ തോറ്റുപോകുന്നത് കണ്ടു. അപ്പോ ഈ തോൽവികളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പ്രാഥമികമായി? അല്ല, അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പായി തീർച്ചയായും ഈ പറഞ്ഞ പരാജയങ്ങളൊക്കെ ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. ഇത്രയും മികച്ച വിജയത്തിനിടയിൽ ഒരിക്കലും തോൽവി ഉണ്ടാകാൻ പാടില്ലാതിരുന്ന ഒന്ന് തന്നെയാണ് മേഴ്സിക്കുട്ടി അമ്മയുടെയും അതുപോലെ സ്വരാജിന്റെയും അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെയും പരാജയം തീർത്തും ഞങ്ങളെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ശ്രീ ജയസൂര്യയുടെ ആത്മവിശ്വാസത്തെ, അദ്ദേഹത്തിന്റെ ആവേശം കൊള്ളിക്കുന്ന വിജയം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം 1 മുതൽ 0 വരെയുള്ള റെക്കോർഡ് ഇട്ടിട്ട് അതിന്മേൽ ആവേശം കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ ഞാൻ പ്രത്യേകമായി പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം അവസാന ഘട്ടത്തിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പെർഫോമൻസിൽ ആവേശം കൊള്ളുന്നു എന്നതാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു രാജഗോപാൽ നേരത്തെ നേമത്ത് വിജയിച്ചു വന്ന അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിലായി
പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്ന് പറയുന്നു എന്നും എനിക്ക് തോന്നുന്നു. എല്ലാവരും വിവാദങ്ങളുടെ പുറകെ പോയപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് വികസനത്തിന്റെ പിന്നാലെ പോയി. അതിന് ജനം നൽകിയ അംഗീകാരമാണ്, സ്വീകാര്യതയാണ് എന്ന് ശ്രീ ഒ രാജഗോപാൽ ഒരു ഘട്ടത്തിൽ LDF ഗവൺമെന്റിനെ പ്രശംസിച്ചു പറഞ്ഞ ആ അഭിപ്രായഗതിയോട് ചേർന്ന് നിൽക്കുന്ന ആളായിട്ടായിരിക്കണം അദ്ദേഹം ഇതിൽ ആവേശം കൊള്ളുന്നത്. ഈ അദ്ദേഹം കൈവശമുണ്ടായിരുന്ന അവരുടെ പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ടതിൽ ആവേശം കൊള്ളുന്നത്. പിന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഇത്ര വേഗത്തിൽ അവലോകനം ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാധാരണഗതിയിൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് 35 കിട്ടും, ബാക്കി ഞങ്ങൾ ഉണ്ടാക്കും, അത് ഞങ്ങൾ ഒപ്പിച്ചെടുത്തോളാം എന്നൊക്കെ പറയുകയും അതുപോലെ ഞങ്ങളിപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ മുന്നണിയായി വരും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് നിർണായക ശക്തിയായി വരും, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയുന്നതാണ്. അതൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വലിയ തോതിൽ സ്വപ്നം കാണുന്ന എനിക്ക് ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട്, നികുതി കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ആർക്കും വേണമെങ്കിൽ പറയാം ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്നതിന് വേണ്ടി അത്തരം തന്ത്രങ്ങളും കാര്യം. ആഫ്റ്റർ പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് പറയാനുള്ള ധൈര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. നമ്മൾ ഈ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവരല്ലേ, ജനങ്ങളുടെ പൾസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? നിങ്ങൾ നോക്കൂ എത്ര കൃത്യമായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, LDF കമ്മിറ്റികൾ എല്ലാം പറഞ്ഞത്. ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എത്ര വരും, 86 വരും, ഞങ്ങൾ ജയിച്ചാൽ 100 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെ കൃത്യം കണക്കല്ലേ പറയുന്നത്. ഞങ്ങളൊക്കെ ഈ മാധ്യമപ്രതികളോട് സംസാരിച്ചവരല്ലേ. ഈ മാധ്യമപ്രതികളോട് ആലപ്പുഴയിൽ ഞങ്ങൾക്ക് 8 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കൂ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കണക്കുകളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്റെ പൾസ് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് തെറ്റിയിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ അമിത പ്രതീക്ഷ ഒന്നും വെച്ചു പുറത്തില്ല, പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വലിയ വായിലെ വർത്താനം പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആഫ്റ്റർ പോളും പ്രീ പോളും പറയുമ്പോഴെങ്കിലും ശ്രദ്ധിച്ച് പറയണം. ആഫ്റ്റർ പോളും ഇവര് വല്ലാത്ത തോതിൽ അങ്ങ് വല്ലാതെ കയറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങളും UDF തമ്മിൽ മത്സരിക്കുന്ന ഒരു സ്റ്റേറ്റില് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നയമാണ്. അത് ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്ന സ്ഥലത്ത് പോലും വിജയിച്ചു വന്നാൽ BJP നേരിടുന്നതിന് വേണ്ടി മതേതര കക്ഷികളെല്ലാം കൂടി യോജിച്ച് നിൽക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ടാക്ടീസാണ് ഞങ്ങളുടേത്. അതിന് ഞങ്ങൾ പുറമെ നിന്ന് പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അകമേ കയറി നിന്ന് പിന്തുണയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിലപാട് ഞങ്ങൾ BJP പ്രദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ മതേതര കക്ഷികളെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് പക്ഷെ ഞങ്ങളിവിടെ പരസ്പരം നേതൃസ്ഥാനത്തേക്ക് വേണ്ടി ഭരണത്തിന് വേണ്ടി മത്സരിക്കുന്ന കക്ഷികൾ ക്രോസ് ഔട്ട് ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഒരു വിശകലനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് തികഞ്ഞ രാഷ്ട്രീയമായ അപ്പുറത്തെ അങ്ങേയറ്റത്തെ ഒരു യുക്തിസഹമല്ലാത്ത BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പുറത്തെല്ലാവരും കൂട്ടുകൂടുകയാണ് എന്ന് പറയുമ്പോ ഈ പറയുന്ന LDF നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച മേഴ്സിക്കുട്ടിയമ്മ തോറ്റയിടത്ത് BJPക്ക് എത്ര വോട്ടിന്റെ ചോർച്ചയുണ്ട് എന്ന് നോക്കണം. ഒപ്പം ഈ തൃപ്പൂണിത്തുറയിൽ K ബാബു വിജയിച്ച സ്ഥലത്ത് BJPയുടെ ചോർച്ച വരാൻ പോവുകയാണ്. അതുകൂടി അത് മാത്രമല്ല ഓരോ മണ്ഡലത്തിലെയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അജിംസെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഹലോ 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 ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര മണ്ഡലങ്ങളിൽ, കായംകുളത്തൊക്കെ പല മണ്ഡലങ്ങളിലെയും BJPയുടെ ഘടകകക്ഷികൾ തന്നെ പറയാൻ ഞങ്ങൾ വോട്ട് ചെയ്തില്ല, UDFനാണ് വോട്ട് മറിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി അടക്കം പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്ന സ്ഥിതിയുണ്ടായി. UDF വോട്ട് ചെയ്തു. നിങ്ങൾ നോക്കൂ, സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ഗുരുവായൂർ 6 കൂട്ടിയണമെന്ന് പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി 3 പേരുടെ നാമനിർദ്ദേശം തള്ളിപ്പോകുന്നത് കഴിഞ്ഞ തവണ തെറ്റാതെ നോമിനേഷൻ കൊടുത്തിട്ടുള്ള പൂരിപ്പിച്ച് മത്സരിച്ച ആളുടെ നോമിനേഷൻ ഇത്തവണ അങ്ങ് തള്ളുകയാണ്. അപ്പോട്ടെ, തള്ളിയത് എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് തള്ളിയത് എന്താണെന്ന് കൊണ്ടാണെന്നൊക്കെ സംശയം ബാക്കി നിൽക്കുകയാണ്. അത് പോട്ടെ. എന്നിട്ടോ അവിടെ UDFന്റെ KN ഗാദർ വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി BJPയുടെ സ്ഥാനാർത്ഥി വിളിച്ച് പറയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണം വന്നാലും കുഴപ്പമില്ല എന്ന് ശ്രീധരൻ പറയാൻ. എത്രത്തോളം അടുപ്പം ഇങ്ങനെയൊക്കെ പറയുന്നവർ തമ്മിൽ ഉണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്ന് ആദ്യം പറയുന്നതാണ് ആരിഫ് ചോദിക്കുന്നത്. KV തോമസ് കൂടി എന്നോടൊപ്പം ഉണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ട് എനിക്ക് ബ്രേക്കിലേക്ക് പോകണം. തോമസ് മാഷ്, നിങ്ങൾക്ക് കേരളത്തിന്റെ പൾസ് ജഡ്ജ് ചെയ്യുന്നതിൽ സമ്പൂർണ്ണ പരാജയം സംഭവിച്ചോ? ഇന്നലെ വൈകുന്നേരം വരെ പ്രതിപക്ഷ നേതാവിന് കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോ വലിയ പരാജയത്തിലേക്ക് UDF ഒന്നാകെ കൂപ്പുകുത്തുന്നതാണ് കണ്ടത്. വലിയ പരാജയങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും കണ്ടു. എന്താണ് കേരളം ചിന്തിക്കുന്നത്, എന്താണ് കേരളത്തിന് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയോ ഇത്തവണ നിങ്ങൾ? ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചിടത്തോളം ജനവിധി ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് ഈ പരാജയം ഉണ്ടായി അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വഴി ഇതിലൂടെ, ഓരോ ജില്ലകളിലൂടെ, ജെൻഡർ വൈസ്
ഒക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരു ദിവസം എന്ന നിലയിൽ തീർച്ചയായും UDF നല്ല വിശ്വാസമുണ്ടായിരുന്നു, ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച LDF ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ, അദ്ദേഹത്തിന് സഖാ വിജയൻ എന്നതിന് പകരം ക്യാപ്റ്റൻ വിജയൻ എന്ന് വരെ പറയേണ്ട സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെ മാറുകയുണ്ടായി. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സഖാവ് എന്നുള്ളത് അവരുടെ ജീവന്റെ ഭാഗമാണ്. അതൊക്കെ മാറ്റി ക്യാപ്റ്റനായി. ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പാളിച്ചകൾ, വീഴ്ചകൾ, ഒന്നോ ചെറിയ വീഴ്ചകളല്ലെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ജനകീയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ BJPയുമായിട്ട് യാതൊരു കോംപ്രമൈസ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഞങ്ങൾ എതിർക്കുന്നത് BJPയെ കേരളത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ സഹായിക്കുന്ന പ്രശ്നമില്ല എന്നെല്ലാവർക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രു കേരളത്തിൽ കോൺഗ്രസ് അല്ല എന്ന് പറയാൻ കഴിയും. കോൺഗ്രസിനെയാണല്ലോ അവർ എതിർക്കുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രമല്ലേ അവർക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയമായ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഞങ്ങളെ BJP സഹായിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് രാഷ്ട്രീയമായ ഒരു നമുക്കത് ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടൊഴുക്കിന്റെ കണക്ക് വരുമ്പോഴാണ് പറയാൻ കഴിയുക, നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ. പക്ഷെ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ജോസ് കെ മാണി തോറ്റു. ജയിച്ചത് അവിടെ മാണി സി കാപ്പനാണ്. 2016 24,821 വോട്ടുണ്ട് പാലായിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക്. അതേസമയം ഇപ്പോൾ ഉള്ളത് 14,966 ഉള്ളൂ. 14,918 വോട്ടിന് അവിടെ മാണി സി കാപ്പൻ വിജയിക്കുകയാണ്. അപ്പൊ BJPയുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് പലതരം ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിൽ സാധ്യമാണ്. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു പല മണ്ഡലങ്ങളിൽ പലതരത്തിലുള്ള സാധ്യതകൾ, അടിയൊഴുക്കുകൾ, ഇതൊക്കെ പരിശോധിക്കണമെന്ന്. അതല്ലാതെ പൊതുവെ നോക്കിയാലും ഒരു LDF അനുകൂല ട്രെൻഡ് കേരളത്തിൽ ആകെ പ്രകടമായിരുന്നു. നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ കുത്തകകളിൽ വിജയിച്ചതിന്റെയൊക്കെ 4ഉം 5ഉം ഇരട്ടിയും അല്ലെങ്കിൽ 1ഓ 2ഓ ഇരട്ടി വോട്ടുകൾക്കൊക്കെയാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തും മറ്റുമൊക്കെ വിജയിച്ചിരിക്കുന്നത് കാണാം. നമുക്കറിയാലോ, ഈ പിണറായി വിജയൻ 50,000-ൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. പടുകൂറ്റൻ ഭൂരിപക്ഷത്തോടെയാണ് LDFന്റെ വിജയം. പലയിടത്തേക്കും LDF കടന്നു കയറി വരുന്നതും കണ്ടു. അപ്പൊ സംസ്ഥാനത്ത് പൊതുവെ ഒരു ഇടതു തരംഗം, 100 സീറ്റിന് അടുത്തെത്തുന്ന ഇടതു തരംഗം ഉണ്ടായിരുന്നു. അതേതെങ്കിലും സീറ്റുകളിലെ തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ തീരുന്നതാണെന്ന് തോന്നുന്നില്ല. നമുക്ക് പൊതുവായി ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കത്തില്ല. നമുക്ക് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. LDF നല്ല ഭൂരിപക്ഷം ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം ജനാധിപത്യത്തിൽ അതാണ് മര്യാദയും മാന്യതയും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 60 വർഷക്കാലം രാജ്യത്തിൽ നയിച്ച ഒരു പ്രസ്ഥാനം, കേരളത്തിൽ ഐക്യജനാധിപത്യം മുന്നിൽ പലപ്പോഴും മാറി മാറി വന്നിട്ടുള്ള ഒരു സംസ്ഥാനം. കുറേയൊക്കെ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യം മുന്നിലെ പ്രസക്തി ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവിടെ സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പ് ഫലം അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് അനലൈസ് ചെയ്ത് എവിടെയൊക്കെയാണ് മാറ്റം വരുത്തി തെറ്റുകൾ എന്നുള്ളത് തിരുത്തി. അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഇടതു മുന്നണിയുടെ തെറ്റായ നയങ്ങൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, അത് എങ്ങനെ ഞങ്ങൾ എതിർത്തു, അത് വരുന്ന ആളുകളിൽ ഞങ്ങളുടെ ഭാഗത്ത് എതിർത്ത് തന്നെ. പക്ഷെ അത് ജനങ്ങളെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് എതിർക്കണം എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ എതിർപ്പ് എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എതിർപ്പാണ്, ജനങ്ങളുടെ പ്രശ്നമാണ് ഏറ്റെടുക്കുന്നതെന്ന് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എതിർപ്പുമായി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയും ജനങ്ങൾ വേറെ വശത്ത് നിൽക്കുകയും ചെയ്യുമെന്നാണ് ഇന്നത്തെ കാഴ്ച. ഞാൻ വേഗം ഈ പാനലിലേക്ക് തിരിച്ചു. നമ്മൾ ഇടവേള അത്യാവശ്യമായി. 99-41-0 ഈ നിലയിലാണ് ഇന്നത്തെ കേരളത്തിന്റെ ജനവിധി പുറത്തു വരുമ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയുന്ന സംഖ്യാ കണക്കുകൾ. 99 സീറ്റുമായി 91-ൽ നിന്ന് 99-ലേക്ക് ഉയർന്ന് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുമായിട്ടായിരിക്കും ഇത്തവണ ഭരിക്കുക എന്ന പിണറായി വിജയന്റെ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. 99 സീറ്റുണ്ട്. 100-ൽ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രീ ജയസൂര്യനോടൊപ്പം തുടരുന്നു BJP നേതാവ് ശ്രീ ജയസൂര്യൻ. ഈ പാലായിലെ കാര്യം മാത്രം എടുത്താൽ ജോസ് കെ മാണി ആരോപിച്ചത് അവിടെ വലിയ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്നതാണ്. താങ്കൾ കോട്ടയത്തുള്ള ആളാണ്. പാലായിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2016-ൽ കിട്ടിയതും 2021-ൽ കിട്ടിയതും തമ്മിൽ 10,000-ലധികം വോട്ടിന്റെ വ്യത്യാസമുണ്ട് എന്ന് കാണാം.
അതുകൊണ്ടാണ് അവിടെ കച്ചവടം നടന്നുവെന്നും അത് മാണി സി കാപ്പൻ പർച്ചേസ് ചെയ്തതാണെന്നും അതുകൊണ്ടാണ് മാണി സി കാപ്പൻ ജയിച്ചതെന്നും ജോസ് കെ മാണി ആക്ഷേപിക്കുന്നത്. ആ വോട്ടുകൾ എവിടെ പോയതാണ്? അല്ല, താങ്കൾ പറഞ്ഞതിനേക്കാൾ വലുതാണ് സംഖ്യ. താങ്കൾ പറഞ്ഞപ്പോൾ അത് ചെറുതാക്കി കളഞ്ഞു. അങ്ങനെ ചെറുതാക്കരുത്. അവിടെ അതിനു മുമ്പ് നടന്ന ഇലക്ഷൻ 24,000 കിട്ടി, പിന്നെ അത് 17,000 ഇപ്പോഴതിലും കുറഞ്ഞു. അപ്പോൾ ഈ ചോദ്യം സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലാവും. BJP-യുടെ വോട്ട് എവിടെയെങ്കിലും കുറഞ്ഞാൽ അത് വിറ്റും, CPM-ന്റെ വോട്ട് ഒരിടത്ത് കുറയുകയും കോൺഗ്രസിന്റെ വോട്ട് കൂടുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായ മാറ്റം. അതുപോലെ തിരിച്ചു, കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു, CPM-ന് വോട്ട് കൂടിയാൽ അവിടെ വിറ്റിട്ടില്ല. BJP-യുടെ വോട്ട് കുറഞ്ഞാൽ ഉടനെ വിറ്റു എന്നുള്ളത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് കേൾക്കുന്ന വേറൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും BJP-ക്ക് വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടായാൽ അത് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയിട്ടാന്ന് പറയും. ഇപ്പൊ ആയതായാലും അത് കേൾക്കുന്നില്ല. വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയതൊന്നും കേൾക്കുന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലായിടത്തും ഒരേ മുന്നണിക്ക് ഒരേ വോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടുകയില്ല. അത് LDF ആണെങ്കിലും കിട്ടില്ല, UDF ആണെങ്കിലും കിട്ടില്ല, BJP ആണെങ്കിലും കിട്ടില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും കൂടിയും കുറഞ്ഞുമിരിക്കും. പക്ഷെ അതിനെയൊക്കെ വിറ്റതാണ്, മറിച്ചതാണ്, കൊടുത്തതാണ് എന്ന് പറയുന്നതിൽ യാതൊരു രാഷ്ട്രീയ അടിസ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം BJP-യോട് മാത്രം ചോദിക്കരുത്. LDF-ന്റെ വോട്ട് കുറയുമ്പോൾ ഈ ചോദ്യം ചോദിക്കണം. UDF-ന്റെ വോട്ട് കുറയുമ്പോഴും LDF-ന്റെ വോട്ട് ചോർന്നു പോയിട്ട് അവർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കണമല്ലോ. അത് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തീരുമാനിച്ചവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP അതിന്റെ ശക്തി തെളിയിക്കുമെന്ന് നിങ്ങൾ പലതവണ ആണയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വാശിയോടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ പകുതിയിലധികം വോട്ട് പോകുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പിലും ശക്തി തെളിയിക്കാനും വളരെ വാശിയോടുകൂടിയും വളരെ ആത്മാർത്ഥമായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന വോട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഇതെന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച്. പിന്നെ പാലായിലെ കാര്യം ചോദിച്ചതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. പാല എന്ന് പറയുന്നത് KM മാണി 50 വർഷത്തിലധികമായിട്ട് സ്ഥിരമായി കൈവശം വെച്ച ഒരു മണ്ഡലമാണ്. അവിടെ മാണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ഒരു 40 വർഷമായി നിരന്തരമായിട്ടുള്ള ജനവികാരം പതുക്കെ ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ മാണി ജയിച്ചിടത്തു നിന്ന് കേവലം 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് മാണി താന്ന് ഓരോ ഘട്ടത്തിലും വരുമ്പോൾ ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ മാണിയുടെ കാലഘട്ടം കഴിഞ്ഞു, വീണ്ടും മാണിയുടെ മകൻ തന്നെ ആ കുടുംബ പാരമ്പര്യം കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് അവിടുത്തെ ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പ്രതിഫലനം കൂടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മാണി സി കാപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കയറ്റാനുള്ള സംഘടനാ സംവിധാനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ പാലായുടെ പൊതുവായിട്ടുള്ള ഒരു വികാരം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിലാണ്, അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് പരാജയം ഉണ്ടായിരിക്കുന്നത്. അത് മുന്നണി സംവിധാനത്തിന് ഉപരിയായി പാലായുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ മനസ്സിന്റെ പ്രതിഫലനമാണ്. ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ പേരിൽ നമ്മൾ വെച്ചുകെട്ടാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അതവിടെ മാണി സി കാപ്പൻ അല്ല മത്സരിച്ചെന്നിരിക്കട്ടെ, മറ്റാരാണ് മത്സരിച്ചതെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ഒരു റിസൾട്ട് തന്നെ വരുമായിരുന്നു. അപ്പോൾ അത്രമാത്രമാണ് പാലായെ അടുത്തറിയാവുന്നയാളെന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം. അതിലൊരിക്കലും BJP-യുടെ വോട്ട് കച്ചവടം എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഞാൻ പറയാം, പാലായിലെ BJP-ക്ക് 3000 വോട്ട്. ഞാൻ പാലായിൽ അസംബ്ലിയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്, പാലായിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് 3600 വോട്ടാണ്. അപ്പൊ ആ 3600 വോട്ട് പിന്നെ 24,000 വരെ വർദ്ധിച്ചിട്ടുണ്ട്, പിന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം അന്നാരും ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റമാണ്. തടുത്തു നിർത്താം. ഞാൻ വരുന്നു. KV തോമസ്, നിങ്ങളുടെ ഈ പരാജയത്തിന് ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിൽ, അത് നടപ്പിലാക്കുന്നതിൽ, എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ച നേതൃത്വം ഉണ്ടല്ലോ. ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? കൂട്ടുത്തരവാദിത്തമാണ്. 1-2 വ്യക്തികളല്ല തീരുമാനപ്പെടുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ AICC ഉണ്ട്, താഴെ ബൂത്ത് കമ്മിറ്റികളുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടി കൂട്ടുത്തരവാദിത്തം ഉണ്ടാവുന്നത്. ജയിക്കുമ്പോ മാത്രം 1-2 ആളുകളോ തോക്കുമ്പോൾ മാത്രം 1-2 ആളുകൾ കരുതി. ഇത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് വിജയമുണ്ടാകുമ്പോഴും തോൽവി ഉണ്ടാകുമ്പോഴും അത്
ഒന്നിച്ച് ഏറ്റെടുക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എന്നുള്ളത്. ഇത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിരിക്കും. ഞങ്ങൾ വിശകലനം ചെയ്യും, പഠിക്കും, മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനകത്ത് സമൂലമായ മാറ്റമുണ്ടാകും, വിശകലനം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സമീപനത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്നാണോ, അതോ കോൺഗ്രസിനെ കുറിച്ച് നോക്കുമ്പോൾ സമ്പൂർണമായ മാറ്റം കോൺഗ്രസിനകത്ത്, അതിന്റെ സംഘടനയ്ക്കകത്ത് ചുമതലകളിൽ അടക്കമുള്ള മാറ്റം പ്രതീക്ഷിക്കണോ? അത് എങ്ങനെ വേണമെന്ന് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ആരെങ്കിലും ഒരു വ്യക്തിയോ രണ്ടു വ്യക്തിയോ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇത് എങ്ങനെ സംഭവിക്കും. അത് നയപരമായ മാറ്റമാണോ വേണ്ടത്, സംഘടനാപരമായ മാറ്റങ്ങളാണോ വേണ്ടത്, എന്താണ് വേണ്ടത്? നമുക്ക് 3 വർഷം കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിനെ നേരിടുന്ന ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുണ്ട്. ദേശീയ തലത്തിൽ BJP നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് തന്നെ ഇന്ന് വന്ന പാളിച്ചകൾ അതെങ്ങനെ പരിഹരിക്കപ്പെടണം, അത് കാഴ്ചപ്പാടിലുള്ളതാണോ, രാഷ്ട്രീയപരമായിട്ടുള്ളതാണോ, സംഘടനാപരമായിട്ട്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ ക്രമീകരണം ഉണ്ടാവും. യെസ്, ആവശ്യമായ മുന്നൊരുക്കങ്ങൾ അത് പരിശോധിച്ച് സ്വീകരിക്കുന്നതാണ്. ഇന്നിപ്പോ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു, ഞാൻ KPC അധ്യക്ഷൻ നിലയ്ക്ക് എനിക്ക് ഈ പരാജയത്തിന് ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ ഞാൻ മാറണോ എന്ന ചോദ്യം സാങ്കല്പികം മാത്രമാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം മാറേണ്ട ഒരു കാര്യവുമില്ല എന്ന് താങ്കളും പറയുകയാണോ? അദ്ദേഹം മാറാൻ പോകുന്നതേ ഇല്ല എന്ന്? അങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല ഇപ്പോ. എന്താ ചോദ്യം? മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അന്ന് 20-19 സീറ്റ് കിട്ടിയില്ല. അന്ന് ആരെങ്കിലും ചോദിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കുകയല്ല. വിജയിക്കായാലും തോറ്റായാലും നമ്മുടെ കാണുന്നത് എവിടെ പാളിച്ച പറ്റി, അത് എന്തുകൊണ്ട്, എങ്ങനെ, എന്താ പഠിക്കാൻ. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ KPC തലയിൽ കെട്ടിവെച്ച് മാറുന്ന ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് തുല്യമായ ഉത്തരവാദിത്തമാണ് ഉള്ളത്. അത് ആലോചിച്ച് പരിഹാരം. ആരിഫ്, ഈ തെരഞ്ഞെടുപ്പ് വിജയം, ഈ ചരിത്രത്തിൽ ആദ്യമായുള്ള തുടർ വിജയം, ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ ഘടനയിൽ, സമവാക്യങ്ങളിൽ കാര്യമായ ശ്രദ്ധേയമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുണ്ടോ താങ്കൾ? തീർച്ചയായും. അതായത് ഞാൻ തോമസ് മാഷ് പറഞ്ഞ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ വിശകലനം ചെയ്തത് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കേട്ടല്ലോ. സഖാവ് എന്ന് വിളിക്കേണ്ട ആളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചതുകൊണ്ടാണ്, ക്യാപ്റ്റൻ വലിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഒരിക്കലും സഖാവ് എന്നതിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറി ക്യാപ്റ്റൻ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ. ക്യാപ്റ്റൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആരെങ്കിലും വിളിച്ചുണ്ടാക്കിയതല്ല. കേരളത്തിന്റെ പൊതു മനസ്സ്, പൊതുബോധം കേരളത്തെ ശരിയായ ദിശയിൽ നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ, അത് ഏത് പ്രതിസന്ധികളെയും, ഏത് കാറ്റിലും ഉലയുന്ന ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള മാനസികമായും എല്ലാ തലങ്ങളിലുമുള്ള കരുത്തോടുകൂടി ഒരു നൗകയെ, ഒരു കപ്പലിനെ, ഇതിനെ നയിക്കുന്ന ഒരു ക്യാപ്റ്റന്റെ എല്ലാ കഴിവും അദ്ദേഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അറിഞ്ഞും അറിയാതെയും ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ആ വിളി ഉണ്ടായത്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു നായക സ്ഥാനത്ത് നിന്നാണ്, അതെല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന് വിളിച്ചതാണ്. അല്ലാതെ അതങ്ങനെ വിളിച്ചതുകൊണ്ടാണ് അങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരുന്നതെന്നുള്ള അദ്ദേഹത്തിന്റെ നിഗമനത്തോടെ എനിക്കറിയാൻ പാടില്ല. അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റനെ മാറ്റിയില്ലേ? ഇതുവരെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രചരണ ചുമതലകളിൽ നിന്ന് മാറ്റിയിട്ട് പ്രചരണ ചുമതലകളുടെ ക്യാപ്റ്റൻ ഇനി മുതൽ ഉമ്മൻചാണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ? തോമസ് മാഷെ, ഇതിനകത്ത് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കുണ്ടായ കനത്ത പരാജയം ഞങ്ങൾ പരിശോധിക്കും, തിരുത്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ വഷളായി, കൂടുതൽ ഇല്ലാത്ത കഥ. നമുക്ക് മാഷറിയാവല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ടോ? അവിടെ പോയി മീൻ പിടിച്ചോളാൻ ആരെങ്കിലും പറയാൻ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇത്ര നോട്ടിക്ക് മൈനല്ലേ പറ്റുന്നത്, 14 നോട്ടിക്ക് മൈൻ അപ്പുറത്തോട്ട് സെൻട്രൽ ഗവൺമെന്റ് കീഴി വരുന്നതല്ലേ? അപ്പൊ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നിത്തുനിന്നുള്ള കള്ളം പ്രചാരവേല നടത്തി അതിനുവേണ്ടി നിങ്ങൾ ഒരാളെ ഇറക്കി, അങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകൾ പറയുന്നതിന്റെ വിശ്വാസം, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ വിശ്വാസ്യത പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് ക്യാപ്റ്റനെ മാറ്റിയത്, ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ ഗതി പിടിച്ചില്ല. പിന്നെ തോമസ് മാഷ് ഒരു കാര്യം പറയണം, എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ ക്ഷീണം BJPക്ക് ഉണ്ടായ നേട്ടം പോലെ, BJP വളരുന്ന പോലെ കേരളത്തിൽ സംഭവിക്കില്ല. പക്ഷെ അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഇടവേളയിൽ
കുറേയധികം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ, KPCC സെക്രട്ടറിമാർ, അഖിലേന്ത്യാ കമ്മിറ്റി അംഗങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമതലയുള്ള PC ചാക്കോ, സുരേഷ് ബാബു, റോസക്കുട്ടി അങ്ങനെ വേണ്ട നേതാക്കന്മാരുടെ വലിയൊരു നിര തന്നെ, അവരെല്ലാം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് അവർ നേരെ പോയത് BJP ക്യാമ്പിലേക്കല്ല, അവർ നേരെ ഇടതുപക്ഷ ക്യാമ്പിലേക്കാണ് വന്നത്. പല തലത്തിലേക്കാണ് അവർ വന്നത്. ഇടതുപക്ഷ CPM-നോട് വന്നു, NCP പോയി, അതുപോലെ ഇടതുപക്ഷ ക്യാമ്പിനോടൊപ്പം ചേരുകയാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ പോലും പ്രതീക്ഷിച്ചു മാഷിന്റെ മനസ്സ് ഒന്ന് ഇളകിയിട്ടുണ്ടെന്ന് പോലും എനിക്കൊരു ഘട്ടത്തിൽ തോന്നിപ്പോയതാണ്, സത്യം പറയാമെങ്കിൽ, ഉള്ളത് പറയണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണണം, ഇത് ഞാൻ ജയസൂര്യ പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. കാര്യം ക്രോസ് ഔട്ട് ഒരിക്കലും കേരളത്തിൽ നടക്കില്ല. കാര്യം പരസ്പരം അധികാരം പിടിച്ചെടുക്കാൻ തപ്പുന്ന മുന്നണി തമ്മിൽ ഒരിക്കലും ക്രോസ് ഔട്ട് നടക്കത്തില്ല. പക്ഷേ BJP കേരളത്തിൽ ജയിക്കരുതെന്നുള്ള ആഗ്രഹം, പൊതുബോധം ഈ കേരളത്തിന്റെ മനസ്സാണത്. അതെന്താന്ന് വെച്ചാൽ ഈ ശ്രീധരൻ ലീഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അറിയാതെ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ എന്താ, ഇടതുപക്ഷക്കാരടക്കി എങ്ങനെയെങ്കിലും ഏറ്റവും കൂടുതൽ അതിനിശിതമായി CPM-നെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തെ ഓർമ്മിക്കാൻ പിണറായി സർക്കാരിനെതിരായി കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ലാതെ ആഞ്ഞടിക്കുന്ന ഷാഫി പറമ്പിൽ ജയിച്ചാൽ മതിയായിരുന്നു എന്ന നിലയിലേക്ക് ഉള്ള പ്രചരണങ്ങൾ വരാൻ തുടങ്ങി, ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരാൻ തുടങ്ങി. അതെന്താ വെച്ചാൽ BJP എന്ന് പറയുന്നത് ഒരു നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന ഒരു പ്രസ്ഥാനം, മനുഷ്യ മനസ്സുകൾ വർഗീയതയുടെ വിഷം വിതയ്ക്കുന്ന ഒരു പ്രസ്ഥാനം. അത് കേരളത്തിൽ വന്നാൽ കേരളത്തിന്റെ മതേതര കേരളം, മതസൗഹാർദ്ദ കേരളം എന്ന അന്തരീക്ഷമാർ നിങ്ങൾ തന്നെ പരസ്യമായി നിങ്ങൾ ഉയർത്തുന്ന ലവ് ജിഹാദ്, ഇതൊക്കെയല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉയർത്തുന്ന ക്യാമ്പയിൻ, അതൊക്കെയല്ലേ. ഒരു പരാജയം പ്രതീക്ഷിച്ചു ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. നിങ്ങൾ വിജയിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നു, അവർ പാലക്കാട് വിജയിച്ചേക്കുമെന്ന് ആഗ്രഹിച്ചു, തൃശ്ശൂർ ജയിക്കാമെന്ന് ആഗ്രഹിച്ചു, അവർ നിയമം നിലനിർത്താമെന്ന് ആഗ്രഹിച്ചു, കഴക്കൂട്ടം പോലും ജയിക്കാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ വിജയിച്ചില്ല. നമുക്കറിയാം, നിയമത്തിൽ വിജയിക്കുമ്പോൾ ആദ്യ മോഡി സർക്കാർ വന്നതിന്റെ ഒരു അനുരണനം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത്തവണയും അവരെ തോൽപ്പിച്ചത് മോഡി സർക്കാരിന്റെ അനുരണനമായിരിക്കുമോ? കാരണം ഏറ്റവും അവസാനം കോവിഡ് കൈകാര്യം ചെയ്യുന്നതിലടക്കമുള്ള മോദി സർക്കാരിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ലോകം ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ BJP ഒരു ബദലല്ല എന്ന് സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുന്നു. അത് പശ്ചിമ ബംഗാളിൽ കണ്ടു, അത് കേരളത്തിലും കണ്ടു. അതിന്റെ അനുരണനം അതൊരു ഫാക്ടറായിട്ട് എടുക്കുന്നുണ്ടോ? അതോടൊപ്പം ആരോട്, എന്നോടാണോ ചോദിച്ചത്? ഇത് കേൾക്കാൻ പറ്റില്ല. ഹലോ 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 എന്നോടാണോ ചോദ്യം? പറയൂ ശ്രീ ആരിഫ്, താങ്കളോട്. ഹലോ, അതെ. അപ്പോ ഞാൻ അതായത് BJP സത്യം പറയാൻ ഈ കോവിഡിന്റെ രണ്ടാം വേവ് ഇത്രയും ശക്തിപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ BJPക്ക് കെട്ടിവെച്ച കാശ് പോലും ഒരു മണ്ഡലത്തിൽ കിട്ടത്തില്ല. കാരണം സമ്പൂർണ്ണ പരാജയം എന്ന നിലയിലേക്ക് മാറി. അത്രത്തോളം ഇതുണ്ട്. പിന്നെ ജയസൂര്യ പറഞ്ഞല്ലോ, ഞങ്ങള് ഈ വോട്ട് കച്ചവടവും വോട്ട് കൈമാറ്റവും ഒന്നും നടത്തുന്നവരൊന്നും അല്ല എന്നൊക്കെ പറയും. എത്രയോ നിങ്ങളുടെ നേതാക്കന്മാർ ഇതെല്ലാം പരസ്യമായി പല ഘട്ടത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതേ ചൊല്ലി വലിയ വാക്വേറ്റങ്ങൾ, അന്വേഷണങ്ങൾ, ചർച്ചകൾ, നടപടികൾ, KG മാരാറിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്ക് ശ്രീ ജയസൂര്യൻ. ഇത്ര മണ്ഡലങ്ങൾ, 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. തിരിച്ച് ഞങ്ങൾ 2 മണ്ഡലത്തിൽ വടകരയിലും ബേപ്പൂരിലും സഹായിക്കണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇന്ന ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നാണ് ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു, അവർ തിരിച്ച് ചെയ്തില്ല. ഇതൊക്കെ ആ ആത്മകഥയിൽ പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇതെല്ലാം മറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു അംഗത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ധാരണയൊന്നും ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ നിങ്ങൾ വർത്താനം പറഞ്ഞു പോകുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പാഴ്വാക്കെങ്കിലും ഇടതുപക്ഷവും BJPയുമായി ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകുന്നില്ലല്ലോ. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രഖ്യാപിത നിലപാടാണ്. കാര്യം വർഗീയത വളർന്നാൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം പരാജയപ്പെടും, തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നേറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വർഗീയത വന്നാൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ, മതേതര രാഷ്ട്രീയത്തെ അത് ദുർബലപ്പെടുത്തും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും വർഗീയതയെ ചെറുക്കുക, ഇത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന നയമാണ്. നേരെ മറിച്ച് BJP അതിൻ്റെതായ വർഗീയ രാഷ്ട്രീയം കളിക്കുമ്പോൾ ആ വർഗീയ രാഷ്ട്രീയത്തെ അതിജീവിക്കാൻ തത്തുല്യമായ മൃദുമായ വർഗീയത കളിച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വർഗീയതയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന കോൺഗ്രസിന്റെ ന്യായമല്ല ഞങ്ങളുടെ ന്യായം. മറിച്ച് എന്ത് സംഭവിച്ചാലും വർഗീയ രാഷ്ട്രീയത്തെ വളരാതിരിക്കാൻ ശക്തമായ നിലപാടെടുക്കുക. ആ നിലപാട് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങൾ പല നേതാക്കന്മാരും വെല്ലുവിളിച്ചല്ലോ കോൺഗ്രസ്. നിങ്ങൾക്ക് പറയാമോ RSSന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാമോ എന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾക്ക് 6 വോട്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം, പോരാട്ടം, ശബരിമലയിലെ ആചാര ലംഘകനായ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഒരു വോട്ട് എന്ന നിങ്ങളുടെ പ്രചാരണം, ലവ് ജിഹാദ് പോലെയുള്ള സംഗതികൾക്കെതിരായ നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരും
എന്നുള്ള നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം, അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പലവിധം സംഗതികൾ പരമാവധി പാറ്റി നോക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ലേ ഇത്? ഇപ്പോ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോ ജയിക്കാനാണ്? അത് പറയാം. ഇപ്പോൾ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ ജയിക്കാനാണ് എന്ന ഈ ചോദ്യം ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കേട്ടതാണ്. ഇപ്പോൾ ശ്രീ ആരിഫ് പറഞ്ഞ ഇത്രമാത്രം വലിയ വർഗീയ അപകടകാരിയാണ് BJP എങ്കിൽ ഞാൻ ശ്രീ ആരിഫിനോടും എല്ലാവരോടും ചോദിക്കട്ടെ, താങ്കളോട് നിഷാദിനോട് ചോദിക്കട്ടെ, ഇന്ത്യയില് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളും ഭരിക്കുന്നത് BJP അല്ലേ? മതന്യൂനപക്ഷങ്ങൾക്ക് വളരെയേറെ മുൻതൂക്കമുള്ള ഗോവ ഒന്നും 2 തവണയല്ല 3 തവണ തുടർച്ചയായിട്ട് ഭരിക്കുന്നത് BJP അല്ലേ? അവിടെയൊന്നും ആൾക്ക് അബദ്ധം പറ്റിയതല്ലോ. അപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളൊക്കെ BJPക്ക് ഭരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കേരളവും BJP ഭരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ കേരളത്തിലേതുപോലെയുള്ള ഒരു പ്രതിരോധം മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചുവെങ്കിൽ അടുത്ത ലക്ഷ്യം അത് കേരളം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ വരും. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണി സംവിധാനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആ തരത്തിലുള്ള മുന്നണി സംവിധാനമില്ല. അതുകൊണ്ട് അവിടെ കുറെ കൂടി എളുപ്പമാണ്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും ഇങ്ങനെ 60 വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ അതിൻ്റെതായിട്ടുള്ള പ്രയത്നം വേണ്ടിവരും, സമയമെടുക്കും എന്ന് മാത്രം. പക്ഷെ തീർച്ചയായിട്ടും അത് കേരളത്തിലും സാധിക്കും. കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും BJPക്ക് വോട്ട് ചെയ്യാമെങ്കിൽ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാമെങ്കിൽ, UPയിലും ബീഹാറിലും ഒക്കെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJPയുടെ താമര ചിഹ്നത്തിന് സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാമെങ്കിൽ അത് കേരളത്തിലും ഉണ്ടാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അസംബ്ലിയിലും പാർലമെന്റിലും വരും, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അതിനുവേണ്ടിയുള്ള ശ്രമം കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമം കോൺഗ്രസിനെയും CPMനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാനുള്ള സമയമെടുക്കും. ആ പരിശ്രമമാണ്, അതിനുള്ള സമയമെടുക്കുമെന്നുള്ള മാത്രമേ ഉള്ളൂ, ഒരു സംശയവുമില്ല. പക്ഷെ നിങ്ങളൊരു സൂചന കൊടുക്കണമായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ മേഖലയിൽ അടക്കം സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സഭാ തർക്കത്തിലടക്കം ഇടപെടുന്നു. അപ്പൊ നിങ്ങൾ ഒരു സാധ്യതയുള്ള സംഘമാണ് എന്നൊരു സന്ദേശം കൊടുത്താലാണ് കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ സാമുദായിക സമവാക്യത്തിൽ വേറെ ഒരു പ്ലേ എടുക്കാതെ ജയിക്കാൻ കഴിയില്ല. അല്ലാതെ നിങ്ങൾക്കിപ്പോ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിനകത്തു മാത്രം പരമാവധി വോട്ട് സമാഹരിക്കുക, ജയിക്കുക എന്നത് സമീപകാലത്ത് നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട. മറിച്ച് നിങ്ങൾക്ക് മറ്റുള്ള സമുദായങ്ങളെ കൂടി കൂട്ടിച്ചേർക്കുക എന്ന ഗെയിം പ്ലാനാണ് ഇവിടെ വേണ്ടത്. അതിന് നിങ്ങൾ ഇപ്പോ പല ക്രിസ്ത്യൻ സഭകളുമായൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരെ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് നിങ്ങളൊരു ശുഭവിശ്വാസം കൊടുക്കണം. നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല ഇത്തവണ. ഇനിയിപ്പോ അത് കുറച്ചുകൂടെ ടഫ് ടാസ്കായി മാറുകയാണ്, കൂടുതൽ ആളുകളെ കൂട്ടുക എന്ന കാര്യം, കൂടുതൽ സമുദായങ്ങളെ ചേർക്കുക എന്ന കാര്യം. നിഷാദ് പറഞ്ഞത് 100% ശരിയാണ്, 100% ശരിയാണ്. അപ്പൊ ഞാനത് അംഗീകരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയും അത് അംഗീകരിക്കും. ഇപ്പൊ കേരളത്തിലെ അബ്ദുള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനമാണെങ്കിലും ആ തരത്തിലുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമുദായങ്ങളിലുള്ള ആൾക്കാരത് അംഗീകരിക്കുന്നുണ്ട്. അത് പതുക്കെ വന്നിട്ട് അത് വളരെ ശക്തിയായിട്ട് മുന്നോട്ട് വരുന്ന കാലഘട്ടമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ആത്മവിശ്വാസം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരിഫ് ഞാൻ ആദ്യം പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഇതൊക്കെ തന്നെയാണ്. കാരണം ചെറിയ തോതിലാണെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിനിടയിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്നിപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. ധാരാളം മുസ്ലിം സഹോദരന്മാരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞു. അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള ആൾക്കാരും നമ്മുടെ BJPയുടെ പാത സ്വീകരിച്ചു കഴിഞ്ഞു. അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും എല്ലാം പോയിട്ട് വന്ന അബ്ദുള്ളക്കുട്ടി അവസാനം BJPയിൽ വന്ന് അതിന്റെ ദേശീയ ഉപാധ്യക്ഷൻ വരെയായി. അപ്പോൾ ഞങ്ങള് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ വഴി തുറന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരെയൊക്കെ സ്വീകരിച്ചു കൊണ്ടുവന്ന് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നു. അപ്പോൾ അവിടെ തോമസ് മാഷ് ആണെങ്കിലും ആരിഫ് ആണെങ്കിലും നാളെ സ്വാഗതം, ഞങ്ങൾ ഇപ്പൊ തന്നെ സ്വാഗതം പറയുന്നു. അപ്പൊ നിഷാദ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്നിച്ചൊരു പാർട്ടി കഴിക്കുന്ന കാഴ്ച ആ സമയത്ത് നിഷാദ് ആങ്കർ ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങള്. തീർച്ചയായിട്ടും നിഷാദ് പറഞ്ഞ ആ BJPയിൽ ചേരാൻ ഞങ്ങളെ ആരെയും കിട്ടില്ല. ശരി, തോമസ് മാഷെ ചിലപ്പോ BJPയിലേക്ക് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും ഒക്കെ ആകൃഷ്ടരായി പോയേക്കാം, തടയാൻ പറ്റില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ടെൻഷൻ ഈ വേണ്ടാന്ന് തോന്നുന്നു. കാരണം BJP തന്നെ ആകെപ്പാടെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പൊ BJPയിലേക്ക് ഒരു പ്രതീക്ഷ വെച്ച ആളുകൾ പോകുന്ന ഒരു നില ഇപ്പോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ആ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പെട്ട ആരിഫാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ
വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നത്. അത് വളർത്തുകയും തളർത്തുകയും നോക്കിയില്ല. അതുകൊണ്ട് തീർച്ചയായും BJPയോട് എന്നെ പോലെയുള്ള ജനാധിപത്യ വിശ്വാസം ഒരു കാലഘട്ടത്തിൽ അടുക്കാൻ കഴിയത്തില്ല. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ച നാം കാണുന്നു. നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട 4 തൂണുകൾ ജുഡീഷ്യറി ഇന്ന് തകർച്ചയിലാണ്. മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നില്ല, ഗവൺമെന്റ് മെഷീൻസ് ചെയ്യപ്പെടുന്നു, അത് ഏജൻസികൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടു. അത് എങ്ങനെ വന്നു? 5-7 വർഷക്കാലം BJP ഭരിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഈ മാറ്റം വന്നിട്ടുണ്ട്. 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഗവൺമെന്റ് മെഷീനറി ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല, രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. ഇത് ഇന്ത്യയുടെ തകർച്ച കാണുന്നു. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ COVID-19 വന്നപ്പോ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കുറെ കൂടി ഭാവനാപൂർണമായ തീരുമാനങ്ങൾ എടുത്തത് ഈ ദുരന്തത്തിലേക്ക് രാജ്യം വച്ചില്ലല്ലോ. നമുക്കിവിടെ ഓക്സിജൻ ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഈ ദുരന്തത്തിൽ ഉണ്ടാകുന്നു. നമുക്ക് കോവിഡ് വാക്സിൻസ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, നമുക്കത് വിതരണം ചെയ്യാൻ കഴിയില്ല. ഈ രംഗത്തിലേക്ക് ഉണ്ടായ തകർച്ച. അതുകൊണ്ട് ഞാനോ എന്നെ പോലെയുള്ള സഹപ്രവർത്തകരൊന്നും BJPയിലേക്ക് പോകുന്നതാണ്. ഞങ്ങളെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. മാഷെ, കോൺഗ്രസിന്റെ ഒരു രീതി എടുത്താൽ, തോമസ് മാഷെ ഞാൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു രീതി എടുത്താൽ, കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചടുലമായി സജീവമായി ഒരു ഏകരൂപം കൈവരുന്ന പാർട്ടിയാണ്. അപ്പോഴാണ് അതിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുക, കമ്മിറ്റികളൊക്കെ ആക്റ്റീവാകുക, ബൂത്ത് കമ്മിറ്റികളൊക്കെ ഉണ്ടാവുക. അധികാരത്തിനൊപ്പം നിൽക്കുക എന്നത് അതിനെ ആക്റ്റീവാക്കി നിർത്താൻ വളരെ പരമപ്രധാനമായ ഘടകവുമാണ്. പക്ഷേ നോക്കൂ, ഒരു തവണ കൂടി അടുപ്പിച്ച് അധികാരം പോകുന്ന അനിതര സാധാരണമായ കാഴ്ചയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ അണികളും അനുഭാവികളും സാക്ഷികളാവുകയാണ്. അപ്പോ 5 വർഷത്തേക്ക് അധികാരം ഉണ്ടായിരുന്നില്ല, ഇനിയും 5 വർഷത്തേക്ക് അധികാരം എന്ന് പറയുന്ന സംഗതിയില്ല, അതിനുശേഷം കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയുടെ നടുവിൽ കോൺഗ്രസിനെ പോലെ സ്വഭാവമുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ അഴിച്ചു പണിത് എണ്ണയിട്ട യന്ത്രം പോലെയാക്കി പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകാം ഇനി കുറച്ചു കാലത്തേക്ക് എന്ന് വിചാരിക്കുന്നതിൽ ഒരു അമിതാത്മവിശ്വാസമുണ്ട്. എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്, അവിടെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയിട്ട് 1/2 നൂറ്റാണ്ടായി. പക്ഷെ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഓരോ പഞ്ചായത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഇന്നും ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ. ഇപ്പൊ ഞങ്ങള് DMK-യുമായിട്ട് യോജിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ച് ഞങ്ങളിപ്പോ അധികാരത്തിലേക്ക് വരുവാണ്. അതുകൊണ്ട് തീർച്ചയായും അധികാരം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ് ജനാധിപത്യ പാർട്ടി. പക്ഷേ അതെല്ലാം പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അതെല്ലാം പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കും. പക്ഷേ പൊതുവെ ഒരു ദേശീയ കാഴ്ചപ്പാട് കൂടി പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ പാർട്ടികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഭാഗീയതയുമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാൻ കഴിയും, മികച്ച ഒരു പുതിയ സമീപനവുമായി പുതിയ അഴിച്ചുപണികളോടെ വരാൻ കഴിയുമെന്ന പ്രതീക്ഷ അതിന്റെ മുതിർന്ന നേതാവ് പങ്കുവെക്കുകയാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ശ്രീ ആരിഫ്, പ്രധാനികളായ ആളുകളുടെ തോൽവിക്ക്, അപ്രതീക്ഷിതമായ തോൽവിക്ക് മറ്റു കാരണങ്ങളുണ്ടോ? ഇപ്പോ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയം അപ്രതീക്ഷിതമാണ്. നോക്കൂ, അവിടെ ഒരു മണ്ഡലം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന PC വിഷ്ണുനാഥ്, അദ്ദേഹത്തിന് അവസാനം അത്രമേൽ ക്രൈസിസിലായിരുന്നു, അവസാനം പ്രഖ്യാപിക്കപ്പെട്ടതാണ് കുണ്ടറയിൽ അദ്ദേഹം വന്ന് മത്സരിക്കാൻ. കുണ്ടറയാണോ PC വിഷ്ണുനാഥിന് കിട്ടിയത്? അവിടെ പോയി എവിടെ ജയിക്കാനെന്നൊക്കെ ആൾക്കാർ ചോദിച്ചു. അങ്ങനെ വന്ന സ്ഥാനാർത്ഥിയാണ് വിഷ്ണു. പക്ഷെ അവിടെ കുണ്ടറയിൽ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ചർച്ച ചെയ്ത് അവലോകനം നടത്തിയാൽ മാത്രമേ അതേ സംബന്ധിച്ച് ഇപ്പൊ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതായത് സഖാവ് മേഴ്സിക്കുട്ടിയമ്മ ഏറ്റവും നല്ല നിലയിൽ പെർഫോം ചെയ്തൊരു മന്ത്രിയാണ്, മണ്ഡലത്തിലും നല്ല നിലയിൽ വികസന പ്രവർത്തനം നടത്തിയൊരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം കോൺഗ്രസും BJPയും കൂടി ചേർന്ന് നടത്തിയ, മാധ്യമങ്ങളും കൂടി ചേർത്ത് നടത്തിയ, മാധ്യമങ്ങളെ വിടാൻ പറ്റത്തില്ല ഇക്കാര്യത്തിൽ, മാധ്യമങ്ങളും കൂടി ചേർന്ന് നടത്തിയ ഒരു ടാർഗറ്റഡ് വർക്കുണ്ട്. ആ വർക്കാണ് KMCC. ആ വർക്കിന്റെ അവസാന ഘട്ടം എന്താ? തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു നാടകം പോലും അവസാനം വന്നു ചേരുകയാണ്. എന്ന് പറഞ്ഞാൽ എത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഉപജാപക പ്രവർത്തനമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി നടന്നിട്ടുള്ളത് എന്നത് കാണാൻ കഴിയും. അപ്പം കോൺഗ്രസും BJPയും മാത്രമല്ല മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഗുണ്ട ഉപജാപക സംഘങ്ങളും, അതിലൊരു സംഘത്തിന് ഈ കുഴൽപ്പണക്കേസുമായിട്ടടക്കം ബന്ധമുണ്ടെന്ന് ഇപ്പൊ വിളിച്ചത് വന്നിരിക്കുകയാണ്. അപ്പൊ അതും അടക്കം ഇവിടെ പണം വൻതോതിൽ BJPക്ക് വേണ്ടി അട്ടിമറി പ്രവർത്തനം നടത്താൻ വേണ്ടി
കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പണം അട്ടിമറി കുഴൽപ്പണ സംഭവവുമായി ബന്ധപ്പെട്ട് പോലും ബന്ധമുള്ളവർക്ക് പങ്കാളിത്തമുള്ളവരെല്ലാം കൂടി ചേർന്ന് സഖാവ് മൈസക്കുട്ടിയമ്മയ്ക്കെതിരായി വലിയൊരു ടാർഗറ്റഡ് വർക്ക് നടന്നിട്ടുണ്ട് എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതിപ്പോ തെരഞ്ഞെടുപ്പിന് എന്റെ സമയത്തൊന്നും ആർക്കും അറിയില്ലല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് ടാർഗറ്റ് ചെയ്തൊരു വർക്ക് നടക്കുന്നുണ്ട്, അത്തരമൊരു വർക്ക് നടന്നിട്ടുണ്ട്. എന്റെ അവസാന ചോദ്യം, തോമസ് മാഷെ, ഇവിടെ നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് പ്രിയങ്ക ഗാന്ധിയുമാണ്. അവർ തമ്പടിച്ച് ഇവിടെ പ്രവർത്തിച്ചു, ഗുണമൊന്നും ഉണ്ടായില്ലേ? അപ്പൊ അവർക്ക് കേരളത്തിലും ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്ന, സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ശേഷി എന്നത് തുലവും തുച്ഛമാണോ? അരൂരിലും അഴീക്കോടും ഒക്കെ അവർ പോയിരുന്നു, അവിടെയൊക്കെ തോറ്റു. അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടിട്ടുള്ളവർക്കറിയാം, അവർ ജനനേതാക്കന്മാരാണ്. 10,000-കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയെയും അതുപോലെ ദേശീയ നേതാക്കന്മാരെയും പ്രിയങ്ക ഉൾപ്പെടെവരെ കാണാനാണ്. അവരുടെ പ്രസംഗങ്ങളും അവരുടെ റോഡ് ഷോയുടെ ആയിരങ്ങളാണ് പങ്കെടുത്തുള്ളൂ. തിരഞ്ഞെടുപ്പിലുള്ള ജയവും പരാജയവും ഒക്കെ ഈ പ്രചരണത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളില്ല. ഒരു തിരഞ്ഞെടുപ്പിന്റെ വിജയം വരുമ്പോൾ ധാരാളം ഒത്തിരി കാര്യങ്ങളുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പൊ ഈ ഏതാനും മണിക്കൂറുകൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഏതാനും മണിക്കൂറുകൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഗുണം ചെയ്തു. അത് തന്നെയാണല്ലോ നമ്മുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാൻ നമ്മൾ പറഞ്ഞത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചുകൊണ്ട് വയനാട് മത്സരിച്ചുകൊണ്ടാണ് 19 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞതല്ലേ നമ്മൾ. അപ്പൊ അതുകൊണ്ട് അതിന് ആ രീതിയിൽ സമീപനം എടുക്കേണ്ട ദേശീയ നേതൃത്വം. അപ്പൊ അത്തരം അത് വേണ്ട, അവർക്കൊരു ജനപ്രീതി ഉണ്ടെന്നാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ വലിയ തോൽവി ഹൈക്കമാൻഡ് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് പി ചിദംബരം ഇപ്പൊ NDTV-യിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രധാന ക്യാമ്പയിനറായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ പരിശോധന ഹൈക്കമാൻഡ് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നന്ദി ശ്രീ KV തോമസ്, ശ്രീ ജയസൂര്യൻ, ശ്രീ ആരിഫ്. ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷനുമായി അഭിലാഷ് മോഹൻ ചേരും പുതിയൊരു പാനലുമായി. നന്ദി.